നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുകളെ തള്ളി സർക്കാർ. FCIക്ക് ഒപ്പം സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ നെല്ല് സംഭരിക്കും. കർഷകർക്ക് വേഗത്തിൽ തുക നൽകാനും തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന വ്യക്തമായ ഉറപ്പുകളൊന്നും RSP സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടില്ലെന്നും സിന്ധു. വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം പുറത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിനെ നിയമിച്ചു. ദേവസ്വം ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച ഉത്തരവിറങ്ങും. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അംഗീകാരം നൽകിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുക. വിശദമായ വാർത്തകളിലേക്ക്. നെല്ല് സംഭരണത്തിന് FCIക്കൊപ്പം സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ. നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുകൾ സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയിലാണ് തീരുമാനം. സർക്കാർ നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്ന് നെല്ല് സംഭരിക്കുന്ന മില്ലുകൾക്ക് പുറമെയാണ് ചൊവ്വാഴ്ച മുതൽ FCIയും സഹകരിക്കുന്നത്. സംഭരിക്കുന്ന നെല്ല് സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സൂക്ഷിക്കും. മന്ത്രിമാരായ P. പ്രസാദും GR അനിലും പങ്കെടുത്ത് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ പണം തിങ്കളാഴ്ച മുതൽ കർഷകർക്ക് നൽകും. FCI സംഭരിക്കുന്ന നെല്ലിന്റെ വില ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ PRS വായ്പയുടെ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. കുട്ടനാട്ടിൽ എപ്പോഴും നമ്മൾ ഈ കൊയ്ത്തിന്റെ അവസരമാകുമ്പോഴേക്കും മില്ലുകാരുടെ ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതായിരുന്നില്ല. ഇത്തവണയും നമുക്ക് കൊയ്ത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സപ്ലൈകോ ബഹുമാനായ മന്ത്രി അടക്കമുള്ളവർ ഈ ചർച്ചകളിലും മറ്റും ഏർപ്പെട്ടിരുന്നതാണ്. പലരും കരുതുന്നത് പോലെ ഇതെന്തോ കൊയ്ത്തിന്റെ സമയത്ത് എല്ലാം തുടങ്ങി, വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ്. അവിടെ മില്ലുകാർ കുറേയേറെ ആവശ്യകതയല്ല, കുറേയേറെ ആനുകൂല്യങ്ങൾ കൂടുതലായി കിട്ടണമെന്നുള്ള നിർദ്ദേശങ്ങൾ വെച്ചു. നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു, സാധാരണഗതിയിൽ ഉണ്ടാവും നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു കൂടുതലായി അവർ സർക്കാരിൽ നിന്നും കർഷകരിൽ നിന്നും ഇതിന്റെ ഫലം എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി നെല്ല് സംഭരണത്തിൽ തന്നെ അവർ തകിടം മറിക്കാൻ നോക്കുകയാണോ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചു. ഉദ്യോഗസ്ഥരുടെ യോഗം എറണാകുളത്ത് വിളിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ മില്ലുകാരുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ആ യോഗത്തിൽ ഏതാണ്ട് 100 കോടിയോളം രൂപ വരുന്ന ചില സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സർക്കാർ ആലോചിച്ചത്. അന്ന് വൈകുന്നേരം അറിയിക്കാമെന്ന് പറഞ്ഞെങ്കിലും അന്ന് വൈകുന്നേരം ഞങ്ങൾ സംഭരിക്കുന്നില്ല എന്ന വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നെല്ല് സംഭരണത്തിൽ ഈ നിലനിൽക്കുന്ന സംവിധാനം കഴിഞ്ഞ ഒരു 10-20 വർഷത്തിലധികമായി നിൽക്കുന്ന സംവിധാനമാണ്. അന്നെല്ലാം ഈ തരത്തിലാണ് മില്ലുകളുമായി ചേർന്നാണ് ഈ സംഭരണം നടന്നുകൊണ്ടിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ സംഭരിക്കുന്നത്. സർക്കാർ തീരുമാനിച്ച തുകയായ കിലോയ്ക്ക് 30 രൂപ നിരക്കിലായിരിക്കും നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ കർഷകരും സഹകരണ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി സഹകരണ സംഘങ്ങളിലൂടെ സംഭരിക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട്. മില്ലുടമകളുമായി സപ്ലൈകോ കഴിഞ്ഞയാഴ്ച നേരിട്ട് നടത്തിയ ചർച്ചയിൽ 4 മില്ലുകൾ നെല്ല് സംഭരിക്കാൻ തയ്യാറായിട്ടുണ്ട്. 2432 ടൺ നെല്ല് കഴിഞ്ഞ 3 ദിവസമായി സംഭരിച്ചു. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ സംഭരണം തുടരുകയാണ്. വെള്ളിയാഴ്ച 2 മില്ലുകൾ കൂടി കരാറിൽ ഒപ്പിടാൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ അടുത്തയാഴ്ച മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ കൊയ്ത്തു നടക്കുമ്പോൾ 6 മില്ലുകൾക്ക് മാത്രമായി നെല്ല് പൂർണ്ണമായും സംഭരിക്കാൻ സാധിക്കില്ല. ഇത് കണക്കിലെടുത്താണ് സർക്കാർ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയത്. കുട്ടനാട്ടിൽ കൊയ്ത്തു തുടങ്ങുമ്പോൾ മില്ലുകാർ ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ലെന്നും ഇത്തവണയും അതുണ്ടായെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. മന്ത്രിയും സപ്ലൈകോ അധികൃതരും വളരെ നേരത്തെ മില്ലുടമകളുടെ പ്രതിനിധികളുമായി ചർച്ച തുടങ്ങിയിരുന്നു. എന്നാൽ സാധാരണ നിലയിലുള്ള നിർദ്ദേശങ്ങൾ മറികടന്ന് അന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി സംഭരണം അട്ടിമറിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് മില്ലുടമകളുടെ പ്രതിനിധികളുമായി യോഗം ചേർന്നത്. 100 കോടി രൂപ സഹായം ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഞങ്ങൾ സംഭരിക്കുന്നില്ല എന്ന നിഷേധാത്മകമായ സമീപനമാണ് അവർ സ്വീകരിച്ചത്. കൊയ്ത്ത് സീസൺ പ്രധാനപ്പെട്ട അവസരമായി കണ്ടുള്ള മുതലെടുപ്പിനുള്ള ശ്രമം നടക്കില്ലെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ഈർപ്പം പരിശോധിച്ച് ശാസ്ത്രീയമായി മാത്രമേ നെല്ല് സംഭരണം തുടരൂവെന്നും മന്ത്രി P. പ്രസാദ് കർഷകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്.
നെല്ല് സംഭരണ പ്രവർത്തന നടപടികൾ ചർച്ച ചെയ്യുന്നതിന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് മന്ത്രിമാർ പാടത്തേക്കിറങ്ങിയത്. തോമസ് കെ തോമസ് MLA, കളക്ടർ അലക്സ് വർഗീസ്, സപ്ലൈകോ MD VM ജയകൃഷ്ണൻ, ജനറൽ മാനേജർ അബ്ദുൽ ഖാദർ, പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥർ, FCI ഉദ്യോഗസ്ഥർ, സെൻട്രൽ വെയർഹൌസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വികസന തുടർച്ച ഉറപ്പാക്കിയെന്ന് മന്ത്രി KN ബാലഗോപാൽ. പുത്തൂർമുക്ക്, കുളക്കട എന്നിവിടങ്ങളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം തുടങ്ങിയവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളുടെ ക്ഷേമവും സർക്കാർ ഉറപ്പാക്കിയെന്ന് മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വികസന തുടർച്ച ഉറപ്പാക്കിയെന്ന് മന്ത്രി KN ബാലഗോപാൽ. പുത്തൂർമുക്ക്, കുളക്കട എന്നിവിടങ്ങളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം തുടങ്ങിയവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, മികച്ച സ്കൂൾ, കോളേജ് കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവ ഒരുക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 2000 ഉയർത്തി. സ്ത്രീകൾക്കും യുവതയ്ക്കും സംരംഭങ്ങൾ തുടങ്ങാനും തൊഴിൽ പരിശീലനത്തിനും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കാളികളായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ജംഗ്ഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരു സ്ഥലവും കമ്പോള കേന്ദ്രവും വിദ്യാഭ്യാസ കേന്ദ്രവും എന്ന നിലയിൽ വാഹനങ്ങൾ വലിയ വേഗത്തിൽ വന്ന് അപകടം ഉണ്ടാവുന്നൊരു സ്ഥലം കൂടിയാണെന്നുള്ള ഒരു കാര്യം ദുഃഖകരമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഏനാത്ത് മുതൽ ഇങ്ങോട്ട് വരുന്ന നമ്മുടെ പുത്തൂർമുക്ക് വരെയുള്ള സ്ഥലത്ത് നല്ല റോഡായതുകൊണ്ട് വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ വരിക. എപ്പോഴും കുറച്ച് അപകട സാധ്യതയുള്ള സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഇടയ്ക്ക് ഡിവൈഡർ വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ സിഗ്നൽ ലൈറ്റ് വരുമ്പോൾ അതിനും കുറച്ച് പരിഹാരം വരും. നമ്മൾ നോക്കി സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ കാര്യമൊന്നുമില്ല, നമുക്കെല്ലാം അറിയാം. പക്ഷേ ഈ കാര്യം ഉൾപ്പെടെ വരുമ്പോൾ കുറച്ച് ഒരു മാറ്റം വരും. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും വരുന്ന വികസനം, ഓരോ ദിവസവും വരുന്ന കൂടുതൽ വാഹനങ്ങളുടെ പെരുപ്പം, മറ്റു മേഖലയിലെ വികസനം ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ സൗകര്യം വർദ്ധിപ്പിക്കണം. കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കടൂക്കാല അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PB ബീന, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം R രശ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A അജി, N മോഹനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശം പുറത്ത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്ന് വേണു ബന്ധുവിനയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുള്ളതാണ് സന്ദേശം. വേദന സഹിക്കാൻ കഴിയാതെ വന്നിട്ടും മരുന്ന് പോലും നൽകിയില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. തിരുവനന്തപുരത്ത് വന്ന് കിടന്നിട്ട് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇന്ന് 5ാമത്തെ ദിവസം. എന്ത് നടന്നിട്ടത്? ഒരു ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു എക്കോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നടന്നിട്ട് ഈ 5 ദിവസം. ഈ ദിവസത്തിനുള്ളിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു ആരോഗ്യവസ്ഥ, എന്തെങ്കിലും എന്തെങ്കിലും ഭക്ഷണത്തില ഉണ്ടാക്കി ഭക്ഷണമായി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമോ? ഈ ആരോഗ്യാവസ്ഥ ഇപ്പം നിലവിൽ എൻ്റെ ഈ ആരോഗ്യാവസ്ഥയിൽ എന്തെങ്കിലും ഒരു വഷളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? എൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവരൊക്കെ ഉണ്ടാവുമോ? അവരുടെ ഉദാസീനത ഉണ്ടാവുമോ? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്ന് വേണു ബന്ധുവിനയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുള്ളതാണ് സന്ദേശം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ? കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ? ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ? അത്രയും സങ്കടം വന്നിട്ടാണ് ഇത് അയക്കുന്നതെന്നും വേണു അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്തൊരു മര്യാദയില്ലാത്ത ഇടപെടിയില്ല കാണിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ ആശ്രമമായി തീരേണ്ട ഒരു അതിരല്ലേ. ന്യൂസ് ബ്യൂറോ, ചവറ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി മരിച്ച സംഭവം. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന വ്യക്തമായ ഉറപ്പുകളൊന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നൽകിയിട്ടില്ലെന്നും സിന്ധു പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാരുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തണമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു ആവശ്യപ്പെട്ടു. തികഞ്ഞ അനാസ്ഥയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പല കാരണങ്ങൾ പറഞ്ഞ് പരിശോധന നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. നഷ്ടം തങ്ങൾക്ക് മാത്രമാണ്. ഡോക്ടർമാർ ചികിത്സ സംബന്ധിച്ച് ഒന്നും വ്യക്തമാക്കിയിരുന്നില്ലെന്നും സിന്ധു പറഞ്ഞു.
ഡോക്ടർമാരാണ് ഇതിൽ പ്രതികൾ. തീർച്ചയായിട്ടും ഡോക്ടർ തന്നെയാണ് പ്രതികൾ. എൻ്റെ ഹസ്ബൻഡ് അവർ കൊന്നത് തന്നെയല്ലേ, അങ്ങനെ കൊലക്കുറ്റമില്ലാതെ ചുമത്താതെ അവരെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലായിരുന്നു എന്ന്. പക്ഷേ ക്രിയാറ്റിൻ ഒരിക്കലും കൂടുതലല്ലായിരുന്നു. കാരണം ഇന്നലെ ഇവിടെ വന്ന ഒരു ഹെഡ് നേഴ്സാണ് എന്നോട് ആ ഒരു കാര്യം പറഞ്ഞത്. ഇങ്ങനെ ക്രിയാറ്റിൻ കൂടുതലായതുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്തില്ല എന്ന് പറയുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചു. അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു ബ്ലഡ് റിസൾട്ട്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ കാണിക്കാം, മാം നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത്. അങ്ങനെ മാം നോക്കിയിട്ട് പറഞ്ഞതാണ് ഇത് കൂടുതലല്ല, ഏതെങ്കിലും ഒരു മാധ്യമത്തെ ഇത് അറിയിക്കുക, സത്യം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞു. മക്കളുടെ പഠനം തന്റെ പ്രധാന പ്രശ്നമാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന വ്യക്തമായ ഉറപ്പൊന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നൽകിയിട്ടില്ലെന്നും സിന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിബു സാർ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല. കുട്ടികൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിക്കുക, ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടാണ് ഞാൻ വൈകിട്ടും ഇങ്ങനെ FBയിൽ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു. അത് വ്യക്തമായിട്ട്, കാരണം എന്നോട് നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വ്യക്തമായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിയാറ്റിൻ കൂടുതലായതിനാലാണ് ആൻജിയോഗ്രാം ചെയ്യാത്തതെന്ന വാദം തെറ്റാണെന്നും ഇവർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ പന്മന സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ വേണു മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അധികൃതരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് തുടക്കത്തിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ആശുപത്രിയിലെ അനാസ്ഥ സംബന്ധിച്ച് വേണുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അവർ കണ്ടറിഞ്ഞ് ചെയ്യുക, അത്രേ ഉള്ളൂ. എൻ്റെ മക്കളുടെ പഠനമാണ് എനിക്ക് മുന്നിലുള്ളത്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ മക്കളെ രണ്ടുപേരും നല്ല നിലയിൽ എത്തിക്കുക. എപ്പോഴും പറയുമായിരുന്നു ഇത് അച്ഛൻ ഉറങ്ങാത്ത വീടാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്ത് വീണ്ടും മഴയെത്തുന്നു. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ്. ഞായറാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച 3 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ തെക്കൻ കേരളത്തിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടെ മുന്നറിയിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മഴയോടൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്. കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. അയണിവേലിക്കുളങ്ങര JFKM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് HSഉം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കരുനാഗപ്പള്ളി BHSS 2ാം സ്ഥാനവും നേടി. കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അയണിവേലിക്കുളങ്ങര JFKM VHSS ഓവറോൾ നേടി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിൽ വിജയം വരിച്ചാണ് സ്കൂൾ ഓവറോൾ നേടിയത്. HS വിഭാഗത്തിൽ തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് 2ാം സ്ഥാനം. ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ കരുനാഗപ്പള്ളി BHSS ആണ് 2ാം സ്ഥാനത്തെത്തിയത്. UP ജനറൽ വിഭാഗത്തിൽ തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളും അയണിവേലിക്കുളങ്ങര JFKM VHSSഉം 1ാം സ്ഥാനം പങ്കിട്ടു. കരുനാഗപ്പള്ളി UPGS ആണ് 2ാമതെത്തിയത്. UP സംസ്കൃതത്തിൽ ആദിനാട് GUPS 1ാം സ്ഥാനത്തും നമ്പരിവികാല WUPS 2ാം സ്ഥാനത്തുമെത്തി. ഹൈസ്കൂൾ സംസ്കൃതത്തിൽ പാവുമ്പ HS 1ാം സ്ഥാനവും കരുനാഗപ്പള്ളി ഗേൾസ് HS 2ാം സ്ഥാനവും നേടി. അറബിക് LP വിഭാഗത്തിൽ കുലശേഖരപുരം GHSS, വരവിള LPS, പുന്നക്കുളം സെന്റ് ഗ്രിഗോറിയോസ് LPS, കോഴിക്കോട് SKV UPS, തൊടിയൂർ SNV LPS, തഴവ IDL LPS, തഴവ AV LPS എന്നിവ 1ാം സ്ഥാനം പങ്കിട്ടു. പുത്തൻതെരുവ് അൽസെയ്ദ് LPS, പാവുമ്പ അമൃത UPS, തൊടിയൂർ GLPS, കരുനാഗപ്പള്ളി മുസ്ലിം LPS, മുഴങ്ങോടി LV UPS, തഴവ കുതിരപ്പന്തി LPS, കരുനാഗപ്പള്ളി ടൗൺ LPS, ആദിനാട് സൗത്ത് മുസ്ലിം LPS, കോഴിക്കോട് SNV LPS എന്നിവ 2ാം സ്ഥാനവും പങ്കിട്ടു.
UP അറബിക് വിഭാഗത്തിൽ കോഴിക്കോട് SKB UPS, നമ്പരുവികല WUPS, തൊടിയൂർ UPS എന്നിവ 1ാം സ്ഥാനവും മുഴങ്ങോട് LV UPS, കരുനാഗപ്പള്ളി UPGS എന്നിവ 2ാം സ്ഥാനവും നേടി. അറബിക് ഹൈസ്കൂൾ വിഭാഗത്തിൽ പാവുമ്പ ഹൈസ്കൂൾ 1ാം സ്ഥാനവും തഴവ GHSS 2ാം സ്ഥാനവും നേടി. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. മത്സരം വിജയിച്ചവരും വിജയിക്കാത്തവരും അതിന് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാനും ഇതുപോലുള്ള ഒട്ടനവധി വേദികൾ പങ്കെടുത്തപ്പോൾ ഒരു പ്രാവശ്യം പോലും ഫസ്റ്റ് പ്രൈസ് കിട്ടാത്ത വ്യക്തി. അതുകൊണ്ട് തന്നെ ആരും അതിനകത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാം വലിയ കലാകാരന്മാരായി മാറട്ടെ, കലാകാരികളായി മാറട്ടെ എന്ന് ഈശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് HA സലാം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ മഹേഷ് ജയരാജ്, AEO R അജയകുമാർ, S ശ്രീലത, I വീണാറാണി, BA ബ്രിജിത്ത്, T സരിത, P മണികണ്ഠൻ, P മായാകുമാരി, ശ്രീകുമാരി, S ജമീല, അനില ബാലൻ, KS ആശാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അപകടത്തിന് ശേഷം നിർത്താതെ പോയ വാഹനത്തിന് കൈ കാണിച്ച SIയുടെ കയ്യിൽ വാഹനം ഇടിച്ച ശേഷം രക്ഷപ്പെട്ടവരെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. സംഭവത്തിൽ ഒരാളെ റിമാൻഡ് ചെയ്തു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പ്ലാച്ചേരിയിലായിരുന്നു സംഭവം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പ്ലാച്ചേരിയിൽ റോഡിന് സമീപത്തെ പെട്ടിക്കടയിലും പോലീസ് SIയുടെ കയ്യിലും പരിക്കേൽപ്പിച്ച ശേഷം നിർത്താതെ കടന്ന കാറാണ് പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. റോഡരികിലെ സ്ത്രീയുടെ പെട്ടിക്കടയിൽ ഇടിച്ച ശേഷം നിർത്താതെ പോകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്രോളിംഗിലുണ്ടായിരുന്ന സ്റ്റേഷൻ SI റിയാസാണ് വാഹനം നിർത്താൻ കൈ കാണിച്ചത്. എന്നാൽ SIയുടെ കയ്യിൽ ഇടിച്ച ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. വാഹനം പിന്തുടർന്ന പോലീസ് ഐക്കരക്കോണത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. കാറിലുണ്ടായിരുന്ന കാര്യർ സ്വദേശികളായ ഷമീർ, ഷംനാദ് എന്നിവരെയും കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കാര്യർ സ്വദേശി ഷംനാദിനെ റിമാൻഡ് ചെയ്തു. കൈക്ക് പരിക്കേറ്റ SI റിയാസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വേണുവിനെ തറയിൽ കിടത്തിയ നടപടിയിലാണ് ഡോക്ടർ ഹാരിസിന്റെ വിമർശനം. തറയിൽ എങ്ങനെയാണ് രോഗിയെ കിടത്തുന്നതെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. എങ്ങനെ നിലത്ത് കിടത്തി ചികിത്സിക്കാനാകും? നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിലാണ് രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വളരെ പരിമിതികളുണ്ട്. രോഗികളുടെ ബാഹുല്യം. അപ്പം ഈ സംഭവത്തിൽ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1ാം വാർഡ്, 2ാം വാർഡ്, 28ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളിനെ എങ്ങനെയാണ് തറയെ കിടത്തി ചികിത്സിക്കാൻ പറ്റുക? അപ്പം അത് ഞാൻ MBBS ചെയ്തത് ഈ മെഡിക്കൽ കോളേജിലാണ് 1986. ആ കാലഘട്ടത്തിൽ രോഗികൾ ഇത്രയും തറയെ കിടക്കില്ലായിരുന്നു. കുറെ കൂടെ എണ്ണം പേഷ്യൻസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്തരം ഈ പ്രാകൃതമായിട്ടുള്ള ഈ നിലവാരം, ഈ രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക, ശ്വാസമുട്ടിയും ക്യാൻസർ ബാധിച്ചും അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരത്തുമായിട്ട് ചേർന്ന് പോവുക? വേണുവിനെ തറയിൽ കിടത്തിയ നടപടിയിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിമർശനം. തറയിൽ എങ്ങനെയാണ് രോഗിയെ കിടത്തുന്നതെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. എങ്ങനെ നിലത്ത് കിടത്തി ചികിത്സിക്കാനാകും? നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടി. രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിനെ നിയമിച്ചു. ദേവസ്വം ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച ഉത്തരവിറങ്ങുമെന്നാണ് പ്രതീക്ഷ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുമ്പോൾ പ്രഥമ പരിഗണന ശബരിമല തീർത്ഥാടനത്തിനായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥനുമായ K ജയകുമാറിനെ നിയമിക്കാൻ തീരുമാനം. K ജയകുമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇക്കാര്യം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി VN വാസുവിനും K ജയകുമാറും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. തിങ്കളാഴ്ചയോടെ ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങുമെന്നാണ് പ്രതീക്ഷ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുമ്പോൾ പ്രഥമ പരിഗണന ശബരിമല തീർത്ഥാടനത്തിനായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ മാനുവൽ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കും. ദൈവവിശ്വാസിയായ താൻ ഇതൊരു ദൈവനിയോഗമായി കൂടി
കണക്കാക്കുകയാണെന്നും ജയകുമാർ പറഞ്ഞു. കെ ജയകുമാർ നേരത്തെയും ശബരിമലയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ദീർഘകാലം ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. 2 തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവി വഹിച്ചിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും അംഗം A അജികുമാറിന്റെയും കാലാവധി ഈ മാസം 12 വരെയാണ്. 16-നാണ് ശബരിമല മണ്ഡലകാലം ആരംഭിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായതോടെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാനുള്ള തീരുമാനത്തിൽ ഇന്ന് സർക്കാർ പിന്മാറുകയായിരുന്നു. കാലാവധി നീട്ടാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ ആലോചിച്ചിരുന്നെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വീഴ്ചകളിലേക്ക് ഹൈക്കോടതി വിരൽ ചൂണ്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് IAS ഓഫീസർ കൂടിയായ കെ ജയകുമാറിനെ പ്രസിഡന്റാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്. തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ കണ്ടൽ ചെടികൾ നട്ടു. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കണ്ടൽ ചെടികൾ നശിച്ച സാഹചര്യത്തിൽ അതിന് പരിഹാരമായാണ് കണ്ടൽ ചെടികൾ നട്ടത്. ആദ്യഘട്ട പദ്ധതിക്കായി 40,000 രൂപ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടൽ ചെടികൾ നടുന്നത്. തേവലക്കര ഗ്രാമപഞ്ചായത്തിലാണ് കണ്ടൽ ചെടി നടീൽ പദ്ധതിക്ക് തുടക്കമായത്. അരിനെല്ലൂർ 7-ാം വാർഡ് മാട്ടയിൽ കടവിലാണ് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട കണ്ടൽ ചെടികൾക്ക് പകരമായാണ് ഇവിടെ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 40,000 രൂപ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടൽ ചെടികൾ നടുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മൺട്രോത്തുരുത്ത്, അഷ്ടമുടി കായലിന്റെ 4 വശം, ഈ അരിനെല്ലൂർ പ്രദേശം എന്തിനാ കണ്ടൽ ചെടി നടുന്നത്? കണ്ടൽ ചെടി നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വസ്തുവാണല്ലോ. കണ്ടൽ ചെടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും അനുഗുണമായിട്ടുള്ള ഒരു സസ്യമാണ്. എല്ലാ മത്സ്യങ്ങളും വന്ന് മുട്ടയിടുന്നത് അതിൻ്റെ ചുവട്ടിലായിരിക്കും. അപ്പോൾ ഇത് മത്സ്യങ്ങൾ വന്ന് മുട്ടയിടുന്ന സ്ഥലമാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ പേരെന്തുവാ? പപ്സ് നിന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാവും. നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ പേരെന്തുവാ? എന്താ ഉറക്കെ പറഞ്ഞേ? എല്ലാവരോടും ഒന്ന് പറഞ്ഞേ. നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവിൻ്റെ പേരെന്തുവാ? ഇനി സസ്യങ്ങൾ അകത്തേക്ക് വലിക്കുന്ന വായു ഏതാ? സസ്യങ്ങൾ വായു എടുക്കുന്നുണ്ട്, അതേതാ? സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വായു ഏതാ? അപ്പൊ ശരിയായി, അതും കൂടെ പറഞ്ഞാൽ ശരിയായി. സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വായു ഏതാ? ഓക്സിജൻ. അപ്പൊ നമ്മൾ ശ്വസിക്കുന്നത് ആ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന, മനസ്സിലായ? സസ്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ക്ലിയർ ആയില്ലേ? സസ്യങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം സസ്യങ്ങൾ പുറത്തു വിടുന്നതാണ് നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ പുറത്തേക്ക് വിടുന്നതാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പൊ പരസ്പര ബന്ധമുണ്ട് രണ്ടും തമ്മിൽ, അല്ലേ? അപ്പൊ കാട്, വൃക്ഷം, മരം, ചെടികൾ ഇതെല്ലാം ഉണ്ടായതിനു ശേഷമാണ് മനുഷ്യരുണ്ടായത്. അല്ല നമ്മളുണ്ടായതിനു ശേഷം ഉണ്ടായ സാധനങ്ങളല്ല ഇതൊന്നും. ഞാൻ സ്കൂളിലൊക്കെ പ്രസംഗിപ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ടോ? ഉണ്ട്. വീട്ടിനടുത്ത് കുളമുണ്ടോ? ഉണ്ട്. കുളത്തിൽ ആമയുണ്ടോ? ഉണ്ട്. ഇനി ആമയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണടാ. അതെന്തിനാ സാറേ? നിന്റെ പ്രായം, മനുഷ്യരുടെ പ്രായം 70 ലക്ഷം വർഷമേ ഉള്ളൂ. ആമ ഈ ഭൂമിയിൽ വന്നിട്ട് 4 കോടി വർഷമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സിന്ധു അധ്യക്ഷത വഹിച്ചു. എടുത്തു പറയപ്പെട്ട ഒരു പരിപാടികളിലും ഇല്ലായിരുന്നു. പക്ഷേ തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റായ ബഡ്സ് റിഹാബിലേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഈ ഗ്രാമത്തിന് സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭരണസമിതിയിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രോജക്റ്റായിരുന്നു. വാർഡംഗം S ഓമനക്കുട്ടൻ പിള്ള സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ U ഫാത്തിമ കുഞ്ഞ്, ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, G പ്രദീപ് കുമാർ, രാധാമണി, അനിൽകുമാർ, ലളിത ഷാജി, CDS ചെയർപേഴ്സൺ രതിദേവി, ഡ്രോജി M തരകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. KPCC ഭാരവാഹികളുടെ ചുമതല നിശ്ചയിച്ചു. സംഘടനാ ചുമതല നെയ്യാറ്റിൻകര സനലിനാണ്. ഉത്തരമേഖലയുടെ ചുമതല ഷാഫി പറമ്പലിന് നൽകി. വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് മേഖല തിരിച്ചാണ് ചുമതല നൽകിയിട്ടുള്ളത്. ദക്ഷിണ മേഖലയുടെ ചുമതല PC വിഷ്ണുനാഥ് MLAക്കാണ്. KPCC ഭാരവാഹികളുടെ ചുമതലയാണ് നിശ്ചയിച്ചത്. മുൻ DCC അധ്യക്ഷനായ നെയ്യാറ്റിൻകര സനലിനാണ് KPCCയുടെ സംഘടനാ ചുമതല. മുൻ MLA MA വാഹിദിനാണ് KPCC ഓഫീസിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. KPCC നേതൃയോഗത്തിലാണ് ചുമതലകൾ നൽകാൻ തീരുമാനമായത്. വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് മേഖല തിരിച്ചാണ് ചുമതല നൽകിയിട്ടുള്ളത്. ദക്ഷിണ മേഖലയുടെ ചുമതല PC വിഷ്ണുനാഥ് MLAക്കാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളുടെ ചുമതലയാണ് ഇതിൽ ഉൾപ്പെടുക. AP അനിൽകുമാർ MLAക്കാണ് മധ്യമേഖലയുടെ ചുമതല. ഇടുക്കി, എറണാകുളം, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളുടെ ചുമതലയാണ് ഇദ്ദേഹത്തിനുണ്ടാവുക. ഉത്തരമേഖലയുടെ ചുമതല ഷാഫി പറമ്പിൽ MP-ക്കാണ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളുടെ ചുമതലയാണ് ഷാഫി പറമ്പിൽ വഹിക്കുക. ജില്ലാ ചുമതലകളിൽ കൊല്ലത്തിന്റെ ചുമതല M വിൻസെന്റ് MLAക്കും, പത്തനംതിട്ടയുടെ ചുമതല അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLAക്കും, ആലപ്പുഴയുടെ ചുമതല റോയി K പൗലോസിനുമാണ്.
ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകി. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റാണ് അംഗീകരിച്ചത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ. തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അതിവേഗം വളരുന്ന തിരുവനന്തപുരത്തിന്റെ ഭാവി വികസനത്തിന് മെട്രോ റെയിൽ പദ്ധതി ഗതിവേഗം പകരും. ന്യൂസ് ഡെസ്ക്. സിദ്ധാർത്ഥ ഫൗണ്ടേഷനും MV ദേവൻ കലാഗ്രാമവും ചേർന്ന് നെടുമ്പനയിൽ സംഘടിപ്പിച്ചിട്ടുള്ള നവം സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി RP പുത്തൂർ അനുസ്മരണം നടത്തി. RP പുത്തൂർ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളും സമ്മാനിച്ചു. ആദരവ്, ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവയും നടത്തി. സിദ്ധാർത്ഥ ഫൗണ്ടേഷനും പള്ളിമൺ MV ദേവൻ കലാഗ്രാമവും സംയുക്തമായാണ് നെടുമ്പനയിൽ നവം സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് RP പുത്തൂർ അനുസ്മരണവും അവാർഡ് ദാനവും നടത്തിയത്. സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. രാമായണം മൈനസ് ഒരു സംഗീതജ്ഞൻ രാമായണത്തിലൂടെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളൊരു വലിയ നിയോഗമാണ്. എത്ര സംഗീതം ഉണ്ടായാലും ആൾക്കാർ അറിയുന്നത് ഈ രാമായണത്തിലൂടെയാണ് എന്നത് വലിയൊരു സന്തോഷം. കാരണം സംഗീതമില്ലായിരുന്നെങ്കിൽ എനിക്ക് രാമായണം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം സംഭവിക്കുന്നതെല്ലാം നിയോഗമാണ്. ഇതിനൊക്കെ പ്രീ ഡെസ്റ്റിനി അല്ലെങ്കിൽ പ്രീ ഡിസൈഡഡ് എന്നുള്ള കാര്യത്തിൽ വാസ്തവത്തിൽ സത്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഞാൻ വരില്ല, എന്താ പറയേണ്ട, ഒരു ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകനായിട്ട് ഞാൻ ജനിക്കില്ല. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പം ജയകുമാർ സാറായാലും ഇവരുടെയൊക്കെ സംസാരം അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുന്നത് എപ്പോഴും കവിതയ്ക്ക് സമമാണ്. കവിത പോലെ തന്നെ ഇങ്ങനെ ഒഴുകി വരിക എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളൊരു കലയിൽ പ്രത്യേകിച്ച് വാക്കിന് പ്രാധാന്യമുള്ള ഈ കഥാപ്രസംഗം അല്ലെങ്കിൽ നാടകം, ഇതിലൊക്കെ മുഴുകിയിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ അവരുടെ സകലവിധമായ സിദ്ധികളും ആ ഒരു വാക്ധോരണി എല്ലാം അവരുടെ പ്രസംഗത്തിൽ വരും. അതൊരു വലിയൊരു കല തന്നെയാണ്. എനിക്ക് സംഗീതം മാത്രമേ ഉള്ളതുകൊണ്ടുകൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞു തുടങ്ങിയതും സത്യം പറഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കാൻ ഒരു ശീലമുണ്ടായത് രാമായണ വായന തുടങ്ങിയതിന് ശേഷമാണ്. നമ്മൾ അറിയാതെ നമ്മളിൽ ചില ചലനങ്ങൾ ഉണ്ടാകുന്നത്. തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു സത്യപാൽ അധ്യക്ഷത വഹിച്ചു. KPSC ലീലാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP സജിനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. VV ജോസ് കല്ലട, ഷെമീർ A, സക്കീർ ഹുസൈൻ, വിനോദ് ചാക്കോ, K നാരായണസ്വാമി, ബാബുജി ശാസ്താംബോയ്ക എന്നിവർ പങ്കെടുത്തു. RP പുത്തൂർ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ പുള്ളിമാത്ത ശ്രീകുമാർ, ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ, G ജ്യോതിലാൽ, റാണി മോനച്ചൻ, കേരളപുരം ശ്രീകുമാർ, ട്രാക്ക് എന്നിവർക്കാണ് സമ്മാനിച്ചത്. പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ബഹുമുഖ പ്രതിഭകളെയും പരിപാടിയിൽ ആദരിച്ചു. നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുകളെ തള്ളി സർക്കാർ. FCIക്ക് ഒപ്പം സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ നെല്ല് സംഭരിക്കും. കർഷകർക്ക് വേഗത്തിൽ തുക നൽകാനും തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന വ്യക്തമായ ഉറപ്പുകളൊന്നും RSP സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടില്ലെന്നും സിന്ധു. വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം പുറത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിനെ നിയമിച്ചു. ദേവസ്വം ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച ഉത്തരവിറങ്ങും. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം.
മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അംഗീകാരം നൽകിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുക. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.